7 ബോർഡിംഗ് പാസ് കിട്ടി. ലച്ചുട്ടിയുടെയും ആമിയുടെയും എന്ന പോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. സാധാരണ ഞങ്ങൾ എന്തായാലും നടന്നു. സൂപ്പർ പൊളിയാണോ? ആണോ? ഇഷ്ടപ്പെട്ടോ? അമ്മ ഈശോയെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിറ്റാമതുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സാധനം കേട്ടോ. അപ്പൊ കമ്മോ കഴിഞ്ഞാൽ വാവ വിളിക്കാൻ പറ്റുമോ? വാവ വിളിക്കാനോ? വാവേനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കണം. അല്ല വാവ സന്തോഷമായി കേട്ടോ. ഇത്ര ഷീറ്റ് പത്രപേപ്പർ ട്രെയിൻ അടിയിട്ട് ഇരിക്കാൻ വേണ്ടി പത്രപേപ്പർ, സാരി ആണെങ്കിൽ ഈ സാരിയെ ഉടുപ്പിച്ച എന്റെ ഇതിനാ ഞാൻ ഉടുപ്പിച്ചത്. വേറെ സാരിയെ കൊടുക്കാൻ ഇരുന്നത്, ഈ സാരിയെ ഉടുപ്പിച്ചത് ട്രെയിനിന്റെ ഫ്ലൈറ്റിന്റെ വിചാരിച്ചിട്ടാ. ചിറ്റാമ്മി കംഫർട്ട് ആയിട്ടൊരു സാരി കൊടുക്കാൻ ചിറ്റാമ്മ ഇരുന്നത്. ട്രെയിൻ ഇങ്ങനെ പുതച്ചു മൂടിയിരിക്കാൻ പറ്റും സാരി. എനിക്കിപ്പോ വിശ്വാസമല്ല. ഇല്ല, പറ്റിച്ചിട്ട് പോവാ. ആനേനെ കണ്ടിട്ട് അടുത്തോളം മുന്നിലെ. ഇത് കൊള്ളാലോ. അമ്മ ആ കൊച്ചു വരാൻ വേണ്ടി. അങ്ങനെ ഒരു കൊച്ചില്ല, അങ്ങനെ ഒരു കൊച്ചു തിരിച്ചിട്ടേ ഇല്ല. ഇത് പൊളിയാണല്ലോ. അയ്യോ, ഇത് പൊളിയാണല്ലോ ഡി. ഫോട്ടോ എടുക്കണ്ടേ? അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. എന്ത് രസമാന്ന് നോക്കി. വാവ്, നീ അവിടെ നിന്നു ഫോട്ടോ എടുക്കാം. എല്ലാവരും നിന്നു. ആ, അവിടെ ഉണ്ടായ ആ പൂച്ച അവിടെ ആനയുണ്ടെന്ന്. എല്ലായിടത്തും ആനയുണ്ടല്ലോ ദൈവമേ. ലച്ചുട്ടി എത്തൂട്ടനെ. നമ്മൾ അകത്ത് കയറി കേട്ടോ. കുരാരിയുടെ നെഞ്ചി ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതെ, അമ്മയ്ക്ക് സന്തോഷാണ്. സന്തോഷം കൊണ്ടുള്ള പേടിയാണ്. എവിടെയാണ് ചെക്കിൻ? നേരെ അങ്ങനെ ഈ അകത്ത് ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കാണുന്നല്ലേ. എല്ലാ ഫ്ലൈറ്റിന്റെ അല്ലേ. നമുക്ക് ഇതൊക്കെ കാണുന്നവർക്കൊക്കെ ഇതൊക്കെ ചുമ്മാ ഇതായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നോണ്ടേ. ഡ്രസ് മാറി, ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ആമിച്ചന്റെ ഡ്രസ് മാറി. അവര് പോകുന്ന പോലെ പോണോ മോനെ? അതെ കേറണം കുഞ്ഞിന് കേട്ടോ. കേറാം, നമ്മളിപ്പോ അങ്ങോട്ട് പോണല്ലോ. അപ്പൊ കേറാവേ. എല്ലാരും കൂടെ കേറും. അതെ കേറും. ഏതാ നീ ഡ്രസ് മാറിയോടാ? ഞാൻ എടുക്കാൻ വേണ്ടിയാണേ. എടുത്ത് ചുന്തേരാ എടുത്ത്. അപ്പൊ നമ്മള് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. 7 ബോർഡിംഗ് പാസ് കിട്ടി. ലച്ചുട്ടിയുടെയും ആമിയുടെയും എന്ന പോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. സാധാരണ കുട്ടികളുടെ ആയിരിക്കും ആദ്യത്തെ ഫ്ലൈറ്റ്, പക്ഷെ നമ്മുടെ ഇത്രയും പ്രായമായിട്ട് നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് കേട്ടോ. ആദ്യത്തെ ഇപ്പോഴും ടെൻഷൻ ആലോചനയല്ല. ഇതാണ് കേട്ടോ.
സ്റ്റെപ്പുണ്ട് 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 ആ സ്റ്റെപ്പേ കൂടെ വന്നു. ലച്ചുവിനാണെങ്കിൽ ബോർഡിംഗ് പാസ് വേണമെന്ന് പറയുന്നത്. പറയാം മേട് കേൾക്കുന്നു. ഉണ്ട് ഞങ്ങൾ സ്റ്റെപ്പയിലും കയറുന്നു. അവര് കണ്ട് എസ്കലേറ്ററിനും പോയി. അപ്പോൾ ചുമനെ കൊണ്ടുപോയില്ലേ. ടാറ്റാ. ചേട്ടൻ നോക്കുക. ചേട്ടൻ എന്നെ കുഞ്ഞാടുന്നു. Way to security check. സേഫ് ജേണി. ഞങ്ങൾ ഉണ്ടായിരുന്നു നടന്നു കേട്ടോ. അടിപൊളിയല്ലേ. എനിക്ക് ഇവിടെ നിന്ന് വാച്ച് മേടിച്ചു തരാം മോനെ. എടി കുഞ്ഞ് എനിക്കൊരു വിഗ്രഹം മേടിച്ചു തരാം അവിടെ അടുത്ത്. അയ്യോ അവരങ്ങ് ചെന്നു കേട്ടോ. 10 എത്തിയോ അവര്? എന്നാ ചുമ്മാ കയറി ഇവിടെ നിന്ന് വില ചോദിച്ചാലോ. ഒരു കാപ്പി തരുമെന്ന് ചോദിച്ചാലോ. ഓ ഇതേതാ നെറ്റിക്കകത്ത് കയറിയല്ലോ ഉണ്ടല്ലേ. ആണ്ടേ മസാജ് ചെയ്യുന്നു. എനിക്കോ കൊള്ളാം. മസാജ് കൊള്ളാന്നുണ്ട്. ഒരു മസാജിങ് കഴിഞ്ഞ് പോയാലോ. അവരങ്ങോട്ട് പോയി 10 പോയി. ആണ്ടേ 6 ആയതേ ഉള്ളൂ. കാലിന് വേനിക്കുന്നല്ലേ. വേണ എത്ര എത്ര നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഇത് അത്രയും ഉണ്ട്. ഇതുകൊണ്ട് അങ്ങ് താഴെ വരെ ഉണ്ട്. ആ ആണോ? 13,000. അയ്യോ പൊളിയല്ലേ. ഇത് 14,000 മേടിക്കണം കേട്ടോ. പുറത്തുനിന്ന് മേടിക്കാം കേട്ടോ. എന്ത് ചെയ്യടിയാ അവര് വണ്ടിയെ വന്നോ? കൊള്ളാം കേട്ടോ. ആ താഴോട്ടല്ലേ. താഴോട്ടിറങ്ങണം അല്ലേ. ഓ ഇതൊരു ഗുണ്ട വിനുവാ കേട്ടോ. മര്യാദക്ക് നടക്കാൻ അറിയാവേ. ചാടുന്നു നോക്കി. അച്ചോട് ഞാൻ എന്തുകൊണ്ടാ പാൻറ് ഇട്ടോളാൻ പറഞ്ഞെന്ന് മനസ്സിലായോ? ഞാൻ വീട്ടിൽ വെച്ച് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. അങ്ങനൊന്നുമില്ല. ആ നീ അതേന്ന് എന്നാ മോനെ ഞെട്ടിപ്പോയോ? അയ്യോ ആ എടുപ്പുവാ.
ചിറ്റാമ്മയ്ക്ക് ചിറ്റാമ്മയ്ക്ക് ചെവി വെക്കാൻ ചെവി വേദനയല്ലേ അതിന് ബോഡി ആടുന്നു നിങ്ങൾക്ക് അല്ലേടി ആ അല്ലെങ്കിൽ വേദന എടുക്കും ആ ഒരു ചെറിയ പഞ്ഞി വെക്കുന്നത് നല്ലതായിരിക്കും കോട്ടുണ്ട് അത് എടുത്തിട്ടുണ്ട് ആ വെച്ചോ ഇല്ല ആ കയറുമ്പോ വെച്ചാ മതി കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വെക്കാൻ പിന്നെ മിഠായി എന്തിയേ മിഠായി എന്തിയേ പൊന്നിന്റെ മിഠായി എന്തിയേ അതെടുത്ത് കയറുമ്പോ വെച്ചാ മതി ദുബായ് പോവാതെ സാർ അടുത്തതായി ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കലാപരിപാടി മൂക്കി പഞ്ഞു വെക്കാനല്ല ചെവി പഞ്ഞു വെക്കാൻ ഇവർക്ക് വിതരണം ചെയ്യാൻ പോകുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് പഞ്ഞി വെക്കായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പഞ്ഞിയായിട്ടാ വന്നേക്കുന്നത് കേട്ടോ എല്ലാവർക്കും. ചിറ്റാമ്മ ഇപ്പോഴേ വേണമെങ്കിൽ വെച്ചു അല്ലേ തന്നെ ചെവിയൊക്കെ ഇത് വെച്ച് മൂട്ടി കേൾക്കുന്നു കേട്ടോ. വെച്ചോണോ ഇത് ഞാൻ വെച്ച് വെക്കട്ടെ അത് വെക്കണം. ആ ചിറ്റാമ്മ അത് വെക്കുമല്ലേ അല്ല എന്നാലും വെച്ചു. ചിറ്റാമ്മയ്ക്ക് പ്രശ്നമൊന്നും കാണത്തില്ല. ആമിക്കൊക്കെ ഇതാണ് വെച്ചേക്കുന്നേ. നമ്മളൊക്കെ കേട്ടല്ലേ ഇതോടല്ലേ ഞാൻ ചുമ്മാ വെച്ചിട്ടേ ഉള്ളേ. അല്ല ഇരുന്നോട്ട് ചിറ്റാമ്മയ്ക്ക് കുഴപ്പമില്ല. നമ്മളോടല്ല വരുന്നത് ചോദിക്കത്തുള്ളൂ. നമുക്ക് ഒരു അത്ര ഒരുത്തോട്ട് പൊങ്ങുമല്ലേ നമുക്ക് ഭയങ്കര ചെവിക്ക് വേദന എടുക്കും. ആദ്യം കയറുമ്പോ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പോകുന്നവർക്കാണ് എനിക്കറിയത്തില്ല. ഇങ്ങനെ കണ്ടു പഞ്ഞു വെക്കുന്നത് അവിടെ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ തരുമെന്ന് തോന്നുന്നു. ചിറ്റാമ്മയുടെ പേരില്ല നമ്മൾ പത്മാവതി എന്നാണ് കേട്ടോ കൂടെ വന്നേക്കുന്നത്. നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ സീനിയർ സിറ്റിസൺ പത്മാവതി +6 എന്നേ വരത്തുള്ളൂ. ചിറ്റാമ്മയുടെ പേരിലായിരുന്നു ടിക്കറ്റ് അറിയാവോ? ചിറ്റാമ്മയുടെ പേര് കൂടെ ഞങ്ങളൊക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ടുപോണേ. ചിറ്റാമ്മ പ്രായമായതല്ലേ അപ്പൊ ചിറ്റാമ്മയ്ക്ക് മുൻഗണന ഉണ്ട്. അപ്പൊ ചിറ്റാമ്മയുടെ പേര് ആരെയും വരുന്നു ചിറ്റാമ്മയുടെ പേരിലായിരുന്നു. ബാക്കി പിന്നെ ഇവർക്കും ഉണ്ട്. ലച്ചൂട്ടിക്കും ഉണ്ട് ഇൻഫന്റ് ആയത്. ഇന്നു ഞാൻ പനി വേണമോ? ആമിയിരുന്നു എന്താ സ്പൈസ് ചട്ടം കണ്ടല്ലേ? ആമി ആമി
തോന്നി ചെറുതാന്ന് തോന്നുന്നു ഇഞ്ചിക്കോടെ ഇതാന്ന് തോന്നുന്നു അത് തന്നെ അയ്യോ അമ്മയുടെ മുഖത്ത് മുഴുവൻ പേര് നീ നമ്മുടെ അതേ മൊബൈലിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ ഹായ് ഇതാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത് നീലപ്പേവിയോ നീലല്ല നമ്മൾ കേറാൻ പോന്നെ നീലല്ല നമ്മൾ ഇത് നോക്കി അയ്യോ എന്നാ രസം നോക്കി കേറാ നീലല്ലേ എടാ 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 വാ ഇവിടെ നമുക്ക് വാ കേറാം 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 ഇത്രയാണ് വേണ്ട ഒരുമിച്ച് 7 6 months Oh, okay. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുവാണ് കേട്ടോ. മമ്മി തൊട്ടേ മമ്മി ഫ്ലൈറ്റിൽ തൊട്ടേ ഫ്ലൈറ്റിലും തൊട്ടേ തൊട്ട് നോക്കാം അയ്യോ നല്ല രസമുണ്ട് ഹലോ പറഞ്ഞേ So curious. No, we'll see what is there. Good evening. Good evening, Mama. പോയാ Bye bye. Bye bye. Good evening. അതിലുണ്ട് അച്ഛാ അതിലുണ്ട് അതിലുണ്ട് ആണോ ആ അവിടെ വെച്ച് ഫുഡ് കഴിക്കാവേ അമ്മി പറഞ്ഞു തരും കേട്ടോ നിങ്ങക്ക് അവിടെയാണേ ചുരി അവിടെ ചുരിയുടെ അടുത്ത് പോകണുണ്ടോ
ലോക്ക് ചെയ്തോ? ഇല്ല, പുഷ് ചെയ്താൽ മതി. ഇവിടെ ഒരുത്തി കിടന്ന് നല്ല ഉറക്കമാണ്. ദുബായിക്ക് പോവാന്ന്. പേടിക്കാനൊന്നുമില്ല. പറയുമ്പോ സീറ്റ് ബെൽറ്റ് വേണം കേട്ടോ. സീറ്റ് ബെൽറ്റ് പറയുമ്പോ സീറ്റ് ബെൽറ്റ് വേണം. ഇട്ടോ? ആണോ? ഇട്ടോ അമ്മ ഇട്ടോ? പേടിച്ച് വിറച്ചിരിക്കുവാണേ. നോക്കി, ഒരു പേടിയില്ലാതെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ? അയ്യോ എനിക്ക് എങ്ങനെ അടക്കി നിർത്തുമെന്ന് അറിയത്തില്ല. അതിനകത്ത് ഓടി നടക്കുക. എയർ ഹോസ്റ്റസിന്റെ ഒക്കെ കയ്യിലായിരുന്നു കേട്ടോ. വരത്തില്ല, ഇവിടെ കൊണ്ടു തന്നിട്ട് പോയതാണേ. ചേച്ചിയുടെ വീട്ടിൽ പോവാണ്. नमस्कार, उड़ान 74 पे आपका स्वागत है। അമ്മ തോണ്ടുന്നോ? അമ്മ തിയേറ്ററിലായിരിക്കാന്ന് വിചാരിച്ച് കണ്ണടച്ചൊക്കെ ഇടുന്നു. അമ്മയ്ക്ക് മുട്ടായി. എൻ്റെ അമ്മ. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു തുടങ്ങി. 2 പിള്ളേരും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അടുത്തേക്ക് പാലം എടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മ ഈശോയെ ഈശോയെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിറ്റാമ്മ രണ്ട് ഇവിടെ ഉണ്ട്. ചിറ്റാമ്മയാണെങ്കിൽ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പൊ നമ്മള് നമ്മുടെ ഫ്ലൈറ്റിൽ ചിറകൊക്കെ കാണാൻ കേട്ടോ. ഓ യെസ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായിട്ട് കാണാമോ? ആ, ചെറുതായിട്ട് കാണാം. ആമിക്ക് കാണാവോ? അടിപൊളിയാണോ? അടിപൊളിയാ. അത് കണ്ടോ പോകുന്ന ഫ്രണ്ടിൽ കൂടെ? കണ്ടോ പോന്നേ? നല്ല രസമുണ്ടല്ലേ? പച്ച ലൈറ്റ് ഇപ്പൊ കത്ത്. ലൈറ്റ് കത്തുന്നോളം പരിപാടി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ. കത്തിയോ? അയ്യോ, അതേണ്ടോ കണ്ടോ? ഫ്ലൈറ്റ് കയറാൻ പോവാണോ? ഫ്ലൈറ്റ് കയറാൻ പോവാണോ? പോവാ. അപ്പൊ എടുക്കുവാണേ അമ്മേ. അപ്പൊ എടുക്കുവാണേ. ഫ്ലൈറ്റ് പോകാൻ പോവാണേ. പുറത്തോട്ട് നോക്കി.
ആണ്ട് താഴോട്ട് നോക്കി, ഇവിടെ ഒന്ന് നോക്കി, പുറത്തോട്ട് നോക്കി. ഏട്ടാ അടിപൊളി. നമ്മൾ ഇത്രയും പൊക്കത്തിലെത്തി, ഇത്ര പെട്ടെന്ന്. ആമി ആ താഴെ കണ്ടോ, നോക്ക ലൈറ്റൊക്കെ വീടൊക്കെ. ആമി അങ്ങ് താഴോട്ട് നോക്കിയടാ, എണീറ്റ് നിന്ന് ചില മടി നിന്ന് നോക്കി. ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാവാൻ പറ്റുന്നുണ്ട് കേട്ടോ. മഴ തെറ്റി പോയതോ. ഒന്ന് കണ്ണു തുറന്ന് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയാ പുറം കേട്ടോ, ലൈറ്റൊക്കെ കാണാം. ചിറ്റാമ്മ കണ്ടോ പുറത്ത് നോട്ട് നോക്കി. അച്ഛൻ നോക്കിയിരിക്കുകയാണേ, അമ്മ മാത്രം പേടിച്ച് കണ്ണടച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്രയും താഴെയല്ലേ താമസിക്കുന്നത് മോനെ. എടാ കുറച്ച് കഴിയുമ്പോഴേ മോനെ താഴോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ഒത്തിരി പേരിലെത്തി, ഒത്തിരി ഹൈറ്റിലായി, ഒത്തിരി പൊക്കത്തിലായി ഇപ്പൊ. ഇല്ല ഇടയ്ക്ക് മേഘമൊക്കെ കാണാൻ കേട്ടോ, ഇടയ്ക്ക് വളയുന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടായിട്ട് ഭയങ്കര ഒരു സന്തോഷവും അതുകൊണ്ടത് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തിരിക്കണോ, ഇപ്പുറത്തിരുന്നോ, പേടിയാണോ? ഹൈറ്റിലെത്തിയോണ്ടാണോ? എങ്ങനെയുണ്ട്? പേടിയുണ്ടല്ലേ? പേടിയല്ല, പൊങ്ങിയപ്പോ എനിക്ക് ബുദ്ധിമുട്ടെടുത്ത്. ആമിക്ക് വിളിച്ചൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നല്ല ചെവിയും തലയിലും തൊണ്ട പോലും. എനിക്കങ്ങനെ പ്രശ്നമില്ല. ആണോ? ഓ അതായിരിക്കും, ഡീഹൈഡ്രേറ്റ് ആയതായിരിക്കും. എനിക്ക് മാത്രം ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളിപ്പം ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടു ഫ്ലൈറ്റ് കയറിയിട്ട്? ഫ്ലൈറ്റ് കയറിയിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്ലൈറ്റ് കയറി നാരങ്ങമുട്ട തന്നെ കാണിച്ചേ. ഇഷ്ടമായോ? സൂപ്പറാണോ? നാരങ്ങ ഉണ്ടായി, നാരങ്ങ ഉണ്ടായി വേണോ? നാരങ്ങ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാവോ? കൂട്ടുകാരുടെ മാത്രം വിചാരമുള്ളൂ. കൂട്ടുകാരുടെ അടുത്താണോ പോകുന്നത്? എങ്ങനെയിരിക്കും അവനെ? അമ്മയ്ക്ക് വേണ്ട, അമ്മ ഛർദ്ദിക്കാൻ വന്നില്ല. ചേച്ചിക്കും വേണ്ട. എന്നോടൊക്കെ വന്നത് ഇത്ര അടിയുടെ മേളിൽ നിന്ന്. ഈ ഫ്ലൈറ്റ് വെച്ച് തന്നെ ഈ പരിപാടി വേണമായിരുന്നോ? ഇത്രയും പൊക്കത്തി വെച്ച് തന്നെ, ഇത്രയും പൊക്കത്തി വെച്ച് തന്നെ ഈ പരിപാടി വേണമായിരുന്നോ? വൈബ്സ് എടുത്തില്ല चलाने के दौरान कैबिन के बंद ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ കുഞ്ഞുസിന് വയ്യ. धन्यवाद लेडीज एंड जेंटलमैन
cabin lights are put up surrounding. Should you wish to read, please use the light in the panel above you. Thank you. ഇവിടെ കിളി മാറിയിരിക്കുക കേട്ടോ. ഛർദിക്കാൻ വന്നിട്ട് നിൽക്കുവാണ്. പറഞ്ഞാൽ തലവേന. എൻ്റെ ചെവി അടയുന്നുണ്ട്, തുറക്കുന്നുണ്ട് അല്ലേ. ഞാൻ വിചാരിച്ചത് പിള്ളേർക്ക് കുഴപ്പം കാണുള്ളൂ, അതുകൊണ്ട് അവരെ ഞാൻ സേഫ് ആയിട്ട് അവളെ അപ്പത്തൊട്ട് ഞാൻ പേടിയത് തന്നെ ഇരിക്കും. ആമീനെ എൻഗേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരുത്തി. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടെടുക്കുന്നു, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെടുക്കുന്നു. വയ്യ, എനിക്ക് ഒട്ടും വയ്യാണ്ടായി. നിലത്ത് നിന്നാലും കുഴപ്പം, വേണി എന്നാലും എനിക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞില്ല. ആകാശം എന്നാലും കുഴപ്പമാണ്, താഴെത്ത് എന്നാലും കുഴപ്പമാണ്. ഇപ്പൊ ഓക്കെ ആവും കേട്ടോ. വയ്യ, എനിക്ക് ഇത്തിരി എയർ കട്ടേഴ്സ് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പൈലറ്റ് വിളിച്ച് പറഞ്ഞല്ലേ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. താഴ്ത്തു കേട്ടോ, നല്ല ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും കാണാൻ തുടങ്ങി. ഇനി താഴോട്ട് നോക്കിയിരുന്നു, അപ്പൊ നിനക്ക് പൊളിയായിരിക്കും. ബീച്ചിനോട് ചേർന്നിരിക്കുവാണ്. ഒരാൾക്ക് പേടി വന്നിട്ട് വയ്യ താഴ്വാട്ടോ. നമുക്ക് നല്ല ഫീല് അറിയാൻ പറ്റുന്നുണ്ട് ശരീരത്തില്. താന്നോണ്ടിരിക്കുക. തലയും കുത്തി പോവല്ല, തല പൊങ്ങി പോവും. താരല്ല. അവർക്ക് ഭയങ്കര സന്തോഷം ലൈറ്റൊക്കെ കണ്ടിട്ട്. താഴെ എത്തി. താഴെ ഇപ്പോൾ ഒരു ഇതിനുണ്ടാവേ. അവളെ എത്തി നോക്കുന്നേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ആന്റി ഇവിടെ? कृपया जब का चेक-इन किया हुआ सामान बैगेज बेल्ट नंबर 6 पर उपलब्ध होगा. धन्यवाद. लेडीज एंड जेंटलमैन, योर checked luggage will arrive at baggage belt number 6. IMP belt number 6. Thank you. അങ്ങനെ നമ്മള് കണ്ണൂരിലെത്തി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? കേരളത്തിലെ മൂന്നാമത്തെ എയർപോർട്ടിലെത്തി. अब आप मोबाइल फोन का इस्तेमाल कर सकते हैं. आप अपनी सीट पॉकेट ठीक से देखें ताकि आपका कोई सामान विमान में रह न जाए. ആമി നല്ല ഉറപ്പാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇയർ ബാലൻസ് താഴോട്ട് വന്നപ്പോ കുഴപ്പമില്ല. താഴോട്ട് ബാക്കി ലച്ചുട്ടി ഭയങ്കര എൻജോയ്മെന്റിലായിരുന്നു. ആണോ? ലച്ചുട്ടിക്ക് നോ പ്രോബ്ലം. എനിക്കറിയാം.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ണൂരായി അത് പറയണം. വണ്ടി വരണ്ടേ? വണ്ടി വന്ന് കിടക്കും. എന്ത് രാമേ എന്ത് ആ അങ്ങനെ വീണ്ടും തിരിച്ചു ബസ്സിൽ കേട്ടോ. കയറി വാ, ഇങ്ങോട്ട് കയറി വാ. ഇവിടെ വാ, ഇവിടെ നല്ല രസമാണ്. മറ്റേ how was your first flight? അവളിപ്പോ പറയും ഒരു പ്രശ്നമില്ലാത്ത അവക്ക് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. എനിക്ക് വരെ തലവേദനയായിരുന്നു കേട്ടോ. അതെ അതെ, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഒരു ഫ്ലൈറ്റ് പോലെ തന്നെ ഉണ്ടല്ലോ, ഒരു ഫ്ലൈറ്റ് പോലെ കറങ്ങിത്തിരിക്കുന്നത്. നമ്മൾ വന്ന പ്ലെയിനിലൂടെ നമ്മൾ യാത്ര പറയുകയാണ്. താങ്ക് യു ഇൻഡിഗോ. 1 മണിക്കൂർ കൊണ്ട് നമ്മള് കണ്ണൂരെത്തി. ഓ എന്തുവല്ലേ, 1 മണിക്കൂറായെന്ന് തോന്നുന്നില്ല. പോയി 5 മിനിറ്റ് കഴിഞ്ഞ പോലെ ഉള്ളു സത്യം പറഞ്ഞാൽ. എന്താ ഈ വണ്ടി ഇങ്ങനെ ഫ്ലൈറ്റ് പോലെ? മൊട്ടസുരി, ഹൗ വാസ് യുവർ ഫ്ലൈറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു വിരാരി? പേടിച്ച് ചിറ്റാമ്മ കൂളായിട്ട് വിൻഡോയിൽ കൂടെ നോക്കി. അമ്മയ്ക്ക് ഛർദിക്കാൻ വന്നോ? ആ എനിക്ക് തലയ്ക്ക് ഒരു മരപ്പ് മാത്രം വന്നു. ചെവി പഞ്ഞു വെച്ചില്ലായിരുന്നല്ലോ. ആ എനിക്ക് ചെവിക്ക് ഇതുണ്ട്. അച്ഛക്ക് വേനല്ലോ എടുത്തോ? ഇല്ല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആണോ? ആമി നല്ല ബഹളമായിരുന്നു കേട്ടോ, ഉറങ്ങി കേട്ടോ പെട്ടെന്ന്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാവേ. ഇവിടെ വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്, അതാണേ. അയ്യപ്പോ വരട്ടെ. കൊച്ചി വെച്ച് നോക്കുമ്പോ ഇവിടെ ഒറ്റ മനുഷ്യനില്ല കേട്ടോ. കൊച്ചി വെച്ച് നോക്കുമ്പോ ഒറ്റ മനുഷ്യനില്ല.